ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ 8 മാസം പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇതിന് മുന്നുള്ള ഡോക്ടർ വിസിറ്റ് ചെയ്തായിരുന്നൊക്കെ തമിഴ്നാട്ടിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഡോക്ടറെ കൊണ്ടുപോയി നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളും റിപ്പോർട്ട്സ് എല്ലാം കാണിച്ചു. അതിനുശേഷം ഡോക്ടർ എന്താണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കും, വേറെ നല്ല അത്തൂസ് ഇവിടെ പാട്ട് കാണാം കേട്ടോ, അതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ബാക്കിയുള്ള എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കോയമ്പത്തൂരിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രഗ്നൻസി പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസമൊക്കെ ആയപ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഞങ്ങൾ അറിയുന്നത്. കാരണം എനിക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസോ വോമിറ്റിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ അതായിരിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അത്തൂസിന്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. അതായത് എന്റെ ഫസ്റ്റത്തെ കൊച്ചിന്റെ കാര്യം വന്നിട്ട് അങ്ങനെ ആയിരുന്നില്ല. അവൾക്ക് എനിക്ക് തുടക്കം മുതലേ ഛർദി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, ഇത് അതായിരിക്കില്ല എന്ന് വിചാരിച്ചു. പിന്നെ നീണ്ടു പോയപ്പോഴാണ് ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആയിരുന്നു. പിന്നെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ NT സ്കാനിങ് ഉണ്ടല്ലോ, 3 മന്തിൽ എടുക്കുന്നത്, അത് എടുക്കാൻ പറ്റിയില്ല. അതിനുള്ള ആ വീക്സ് കഴിഞ്ഞു പോയായിരുന്നു. കാരണം ഞാൻ ഡോക്ടറെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായത് 3 മന്ത് കഴിയാറായപ്പോൾ 4 മന്ത് സ്റ്റാർട്ടിങ് ഇല്ലേ, ആ ഒരു ടൈമിലാണ് ഡോക്ടറെ കണ്ടിട്ടുണ്ടായത്. ഡോക്ടർ വഴക്ക് പറയുകയും ചെയ്തു കേട്ടോ, എന്താണ് ഇത്ര ലൈറ്റ് ആയത് വരാനെന്നൊക്കെ. കാരണം ആ ഒരു സമയത്ത് ഫസ്റ്റത്തെ സ്കാനിങ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൊച്ചു ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ തന്നെയാണോ, അത് ട്യൂബിന്റെ ഉള്ളിലാണോ വളർന്ന് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സ്കാനിങ് ആണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഇങ്ങനെ പീരിയഡ്സ് ഒക്കെ ഒന്ന് ഡിലേ ആയി പോയി കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗായ്സ്. കാരണം ഫസ്റ്റത്തെ സ്കാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ആ ഒരു സ്കാനിങ് എടുക്കാൻ പറ്റില്ല. പക്ഷെ അവർ വേറൊരു സ്കാനിങ് എഴുതി തന്നു. അപ്പോൾ ആ സ്കാനിങ് നമ്മൾ എടുത്തായിരുന്നു. അതിനുശേഷം ഇങ്ങനെ പോയി. പിന്നെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ എഴുതി തന്നു, തൈറോയ്ഡ് ടെസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ അതും എടുത്തു. ആദ്യത്തെ സ്കാനിങ് എടുത്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം നോർമൽ ആയിരുന്നു. പിന്നെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ അതിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം നോർമൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവര് കാൽസ്യം അയൺ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ മുടങ്ങാതെ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്ലഡിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഫുള്ള് കൺട്രോൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെ 5 മന്തിൽ അനോമലി സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. 5 മന്തിൽ അനോമലി സ്കാനിങ് അറിയാലോ, ഭയങ്കര കൊച്ചിനെല്ലാം നമ്മുടെ കുഞ്ഞു വയറ്റിൻ്റെ ഉള്ളിൽ പൂർണ്ണ രൂപത്തിൽ എത്തുന്ന ഒരു ടൈമാണത്. അപ്പോൾ ആ ഒരു ടൈമിൽ കൊച്ചിൻ്റെ കൈ, കാല് എല്ലാ അവയവങ്ങളും വന്നിട്ടുണ്ടോ നോക്കും. അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ ഭയങ്കര പേടിയായിരുന്നു. അത് നമുക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, ടെൻഷനാവുമല്ലോ. അങ്ങനെ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അതിലും ദൈവം സഹിച്ചിട്ടെല്ലാം നോർമലായിരുന്നു. പിന്നെ അവർ നെക്സ്റ്റ് എഴുതി തന്നത് ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര പണിയാണ്. അത് കുടിച്ചവർക്ക് അറിയാൻ പറ്റും. ആ ഒരു ടെസ്റ്റ് എടുത്തവർക്ക് അറിയാൻ പറ്റും, ഭയങ്കര പണിയാണ്. ആ ഗ്ലൂക്കോസ് കുടിച്ചിട്ട് ഒരു 2 മണിക്കൂറോളം പിടിച്ച് വെച്ച് അത് ഭയങ്കര പണിയായിരുന്നു. അപ്പൊ അതും എടുത്തു, അതും നോർമലായിരുന്നു. പിന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ എഴുതി തന്നു. അപ്പൊ അതും ചെക്ക് ചെയ്തപ്പോൾ നോർമലായിരുന്നു ഭാഗ്യം. പിന്നെ 7 മന്തിന് ഒരു ഗ്രോത്ത് സ്കാനിങ്ങിന് ഡോക്ടർ എഴുതി തന്നു കേട്ടോ നെക്സ്റ്റ്. അപ്പോൾ അത് നോക്കിയപ്പോഴും ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നോർമലായിരുന്നു. അങ്ങനെ 7 മന്തൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ അടുത്ത മാസം, അതായത് 8 മന്തിൽ എക്കോ ടെസ്റ്റ് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ആയിരുന്നു. അപ്പൊ അത്തൂസിന്റെ കാര്യത്തിൽ ഈ ഒരു ടെസ്റ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, എക്കോ ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ 7 മന്തിൽ ഗ്രോത്ത് സ്കാനും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് നേരെ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം അവൾ ഇതുപോലെയായിരുന്നു. കോയമ്പത്തൂർ 8 മാസം വരെ കാണിച്ചിട്ട് പിന്നെ നേരെ നാട്ടിലേക്ക് വരികയാണ് ചെയ്തത് ഡെലിവറിക്ക്. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ അവൾക്കും ഇതേപോലെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ എക്കോ ടെസ്റ്റിനും കൂടി എഴുതി തന്നു. അപ്പോൾ ആ ഒരു ടെസ്റ്റ് 12-ാം തീയതിയാണ്, ഈ മാസം 12-ാം തീയതിയാണ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ നാട്ടിലേക്ക് വന്നായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നാട്ടിൽ വന്ന് ഡോക്ടറെ കാണിക്കാമെന്ന്. അത്തൂസിനെ കാണിച്ചാൽ അത്തൂസിന്റെ ഡെലിവറി എടുത്ത അതേ ഡോക്ടറെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. എനിക്ക് ആ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത്രയും നമ്മുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും. സോ ആ ഒരു ഡോക്ടറെ തന്നെയാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും നമ്മൾ വീട്ടിൽ പോയിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ആ ഡെലിവറി ടൈം ആകുമ്പോൾ മാത്രം നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ മതിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 12-ാം തീയതി തന്നെ നമ്മൾ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ നമ്മുടെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്. പിന്നെ ഡോക്ടർ പിന്നെ ബ്ലഡ് ടെസ്റ്റിന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം സ്കാനിങ്ങും എഴുതി തന്നിട്ടുണ്ട് കേട്ടോ, ഒരു സ്കാനിങ്ങും കൂടി. അപ്പോൾ ഇത് രണ്ടും കൂടി ഇനിയിപ്പോൾ ഡോക്ടറെ പോയിട്ട് വേറൊരു ദിവസം പോയി കാണിക്കണം. ഇതിൽ ബ്ലഡ് ടെസ്റ്റിൽ ഞാൻ ബ്ലഡിൻ്റെ ഇത് നോക്കിയപ്പോഴത്തേക്കും നല്ല കുറഞ്ഞിട്ടുണ്ട്. മറ്റേതെല്ലാം എനിക്ക് 11-ന് മേലെ ഉണ്ടായിരുന്നു, ചിലപ്പോൾ 12-ൻ്റെയൊക്കെ മേലെ ഉണ്ടായിരുന്നു ബ്ലഡ്. ഇത് 10 കുറഞ്ഞിട്ടുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ടെൻഷനുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ ഡോക്ടർ എന്താ പറയുക എന്നുള്ളത്. ഡോക്ടർ നിലവിൽ നമ്മുടെ റിപ്പോർട്ട്സും റെക്കോർഡെല്ലാം കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് എടുത്തതിൻ്റെ അതേപോലെ സ്കാനിങ്ങിൻ്റെ കൂടി രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് ഡോക്ടർ എന്താണ് പറയുന്നത് നമുക്കറിയില്ല. ഇപ്പം നമ്മുടെ നിലവിലുള്ള ഡെലിവറി ഡേറ്റ് ജൂലൈ 3 തന്നേക്കുന്നത്. ഇനിയിപ്പോൾ ഡോക്ടറെ പോയിട്ട് ഈ ഒരു സ്കാനിങ് കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഡോക്ടർ ചിലപ്പോൾ ഉള്ളു പരിശോധിക്കേണ്ടാവും. ഉള്ളു പരിശോധിച്ചിട്ട് ഡോക്ടർ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡേറ്റിൽ വന്നിട്ട് അഡ്മിറ്റ് ആവാൻ പറയുമായിരിക്കും. ഇതുപോലെ തന്നെയായിരുന്നു അത്തസിന്റെ കാര്യത്തിലും. ഡോക്ടർ 27-ാം തീയതി വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് വേദന 23-ാം തീയതി വീട്ടിൽ നിന്ന് വന്നു. അങ്ങനെ 25-ാം തീയതി ഡെലിവറി ആവുകയാണ് ചെയ്തത്. ഇതും എന്താണെന്നൊന്നും അറിയത്തില്ല. അത് നോർമൽ ഡെലിവറി ആയിരുന്നു. ഇത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. മനസ്സിന്റെ ഉള്ളിൽ ചെറിയൊരു ഭയമൊക്കെ ഉണ്ട്. ടൈം ആവാറായില്ലേ ഗൈസ്, അതിൻ്റെയാവും. എന്തായാലും എല്ലാ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. നല്ലൊരു കുഞ്ഞുവാവൻ, ആരെങ്കിലും ഒരു കുഞ്ഞുവാവനെ തരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങള്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഈ ഒരു പ്രഗ്നൻസിയിൽ ഞാൻ എന്തൊക്കെ ടെസ്റ്റ് എടുത്തു, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്കൊക്കെ കുറച്ചെങ്കിലും ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കാം. എനിക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ടാറ്റാ.